ഇനി അടുത്തത് ഏത് മൂവി റിയാക്ട് ചെയ്യണമെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് എൻ്റെ കൂട്ടുകാരൻ അമൽ എനിക്ക് റെക്കമെൻഡ് ചെയ്തു ഗോരി, അതായത് തെറിയുടെ റീമേക്ക്. സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. പടം തുടങ്ങുമ്പോൾ തന്നെ വില്ലൻ ഒരു പൈതലിൻ്റെ ഡ്രഗ്സ് പോലത്തെ എന്തോ സംഭവം ടിഫിൻ ബോക്സിലാക്കി കൊടുത്തു വിടും. എന്നിട്ട് ആ വണ്ടിയിൽ കയറി പോകാൻ പറയും. ഇത് കേട്ടതും പൈതൽ വണ്ടിയിൽ കയറി പോവും. അടുത്ത സെക്കൻഡിൽ പൈതലിനെ പോലീസ് വെക്കും. ഈ പോലീസുകാരനാണെങ്കിൽ വില്ലന്റെ ഗാങ്ങിലെ എല്ലാവരെയും അടിച്ചോടിക്കും. അടിപൊളി. ഇത് ചോദിക്കാൻ വന്ന വില്ലനാണെങ്കിൽ പോലീസ് സ്റ്റേഷന്റെ ഉള്ളിൽ വെച്ചൊരു പ്രകടനം നടത്തും. ആ പ്രകടനത്തിന് പോലീസ് കരണം പൊത്തി ഒരെണ്ണം വില്ലന്റെ മുഖത്ത് കൊടുക്കും. വാങ്ങിച്ച് വില്ലൻ മിണ്ടാണ്ട് പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിപ്പോവും. ചെവിയും കണ്ടൂടാ കണ്ണും കണ്ടൂടാ ശിവനെ, ഇത് യാത് ജില്ല. വില്ലനാണെങ്കിൽ അവന്റെ കയ്യിൽ എല്ലാവരും വിളിച്ചു കൊണ്ടിട്ട് രാത്രി പോലീസുകാരന്റെ ഭാര്യനും കൊന്ന് പോലീസുകാരന്റെ കൈയും വെട്ടിയെടുക്കും. എങ്ങനെ ഇരിക്കണം? ഇനിയാണ് നമ്മുടെ ഉദയേട്ടന്റെ വരവ്. പുലിമുരുകന് മയിൽ വാഹനാണെങ്കിൽ നമ്മുടെ ഉദയേട്ടന് ഓട്ടോയാണ്, അതും മാൻ പവറിൽ ഓടണ ഓട്ടോ. മാൻ പവറിലോ? ഹലോ, ഈ കൈ കൊണ്ട് ഇങ്ങനെ തള്ളി തള്ളി വഴി കൂടെ പോണ വില്ലന്മാര് ബേബിയുടെ തലയിൽ കുറച്ച് വെള്ളം കോരി ഒഴിച്ചാലും ഉദയേട്ടൻ പറയും, എന്റെ പേര് ജോസഫ് കുറുവില. റീല് വിജയണ്ണൻ മലയാളം സംസാരിക്കണ ഭയങ്കര രസാ. പക്ഷെ ഇതില് നമ്മുടെ ഉദയേട്ടൻ രണ്ട് പിള്ളേരുടെ തന്തയായി നീ ഇവിടെ പെണ്ണാണല്ലേ? അത് കഴിഞ്ഞ് നമ്മുടെ ഉദയേട്ടനെ വില്ലന്മാരെല്ലാരും കൂടി തട്ടിക്കൊണ്ടുപോകും. എന്നാലും അതല്ലല്ലോ, എവിടെയോ വെച്ച ഉദയേട്ടന്റെ ഈ പെർഫോമൻസ് ഒക്കെ നമ്മുടെ ഹീറോ ഒളിച്ചിരുന്ന് കാണുന്നുണ്ടാവും. ഇനി ഉദയേട്ടന്റെ പാസ്റ്റ് ഉദയേട്ടൻ ഹീറോനോട് പറയും. അപ്പൊ നമ്മുടെ നായികനെ കാണിക്കും, ഇന്ദുവിനെ. ഇന്ദു ഒരു ദിവസം ക്ലാസ്സിൽ വന്ന് നോക്കുമ്പോൾ എല്ലാ ലെവലാദികളും ആ ക്ലാസ്സിനുള്ളിൽ ഉണ്ടാവും. അത് കേട്ട് ഇന്ദു പോലീസിനെ വിളിച്ച് പറയും. അപ്പൊ നമ്മുടെ ഉദയേട്ടൻ വരും പോലീസ് വേഷത്തില്. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഉദയേട്ടനും ഇന്ദുവും തമ്മിൽ ഇഷ്ടത്തിലാവും. ട്രാക്ക് മാറ്റി ഉദയേട്ടൻ ഇന്ദുവിന് അച്ഛനെ കാണാൻ വരും. ഒരു ട്വിസ്റ്റ് ഉണ്ട്. തെറിയിലത്തെ ഈ സീനൊക്കെ അവര് ഇതിലൊതുക്കി. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ളത്. ഉദയേട്ടനെയും ഇന്ദുവിനെയും കൊല്ലും വന്നിട്ട് വില്ലന്മാര്. പക്ഷെ ഉദയേട്ടൻ മരിക്കാത്തത് കാരണം ഉദയേട്ടൻ കുഞ്ഞിനെയും കൊണ്ട് രക്ഷപ്പെടും. ഈ കഥയൊക്കെ ഉദയേട്ടൻ ഹീറോയിനോട് പറയുമ്പോ ഹീറോയിന്റെ ഒരു എക്സ്പ്രഷൻ ഉണ്ട്. ഈ പടത്തിന്റെ ക്ലൈമാക്സ് അയ്യോ പണ്ടാറ